എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്നിട്ട് എക്സാമിന് ചോദിച്ചു കണ്ടുവരുന്ന കൺസെപ്റ്റ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ആദ്യമായിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് നോക്കാം. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് ഒരു ഡെഫിനിഷൻ I=mr² എന്നതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഡെഫിനിഷൻ. അത് നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് പറയാനാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ഈസ് ഗിവൺ ബൈ I=mr². I എന്ന് പറഞ്ഞാലാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, m എന്ന് പറയുന്നത് മാസ് ആണ്, r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു റിജിഡ് ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, റിജിഡ് ബോഡി എന്താണെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് പാർട്ടിക്കിൾസൊക്കെ ഡെൻസ് ആയിട്ടിരിക്കുന്ന ബോഡിക്ക് പറയുന്ന പേരാണ് റിജിഡ് ബോഡി. ഇൻ ദി കേസ് ഓഫ് എ റിജിഡ് ബോഡി വിച്ച് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പം ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് ആഡ് ചെയ്യുകയാണ്, സം ചെയ്യുകയാണ് ചെയ്യുക. I=m1r1² + m2r2² + etc. mnrn². I=sum of mi/ri². SI യൂണിറ്റ് എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ kg/m² ആണ്. സ്കലാർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ml² ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോണത് വാട്ട് ഈസ് എ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അതായത് മെയിനായിട്ട് പറയാനുള്ളത് ഒരു മാസ് ട്രാൻസ്ലേഷണൽ മോഷനിൽ ഒബേ ചെയ്യുന്ന സെയിം റോളാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റൊട്ടേഷണൽ മോഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻ റൊട്ടേഷണൽ മോഷൻ ഈസ് അനലോഗസ് ടു മാസ് ഇൻ ട്രാൻസ്ലേഷണൽ മോഷൻ. അനലോഗസ് എന്ന വാക്കിൻ്റെ അർത്ഥം സിമിലർ എന്ന അർത്ഥമാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻ റൊട്ടേഷണൽ മോഷൻ ഈസ് അനലോഗസ് ടു ദി മാസ് ഇൻ ട്രാൻസ്ലേഷണൽ മോഷൻ ബിക്കോസ് it plays the same role in rotational motion as the mass play in translational motion. അപ്പോൾ അത്രയും കാര്യമേ ഉള്ളൂ. ആദ്യം പറഞ്ഞത് കൂട്ട് തന്നെ മാസിന് എങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷണൽ മോഷനിലുള്ള റോൾ ഉള്ളത്, അതുപോലെയാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് റൊട്ടേഷനിലുള്ള റോൾ ഉള്ളത്. നമുക്കിവിടെ ട്രാൻസ്ലേഷനിലും റൊട്ടേഷനിലും തമ്മിലുള്ള രണ്ടുമൂന്ന് കാര്യങ്ങൾ നോക്കാം. അപ്പം പി എന്നാൽ എന്താ, മൊമെൻ്റമാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി, P=mv എന്നാണ് പറയുന്നത്. ഓക്കെ, അത് റൊട്ടേഷനിലാകുമ്പം L=I⍵ എന്ന് പറയും. അടുത്ത ഫോഴ്സ് എല്ലാവർക്കും അറിയാം, F=ma എന്നാണ്. അതിന് നമുക്ക് ടോർക്കായിട്ടാണ് റൊട്ടേഷണൽ മോഷനിൽ പറയുന്നത്. ടോർക്ക് I⍵ എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അടുത്തതായിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പാരലൽ ആക്സിസ് തിയറം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആൾമോസ്റ്റ് എല്ലാ എക്സാമിനും ചോദിച്ചു കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പാരലൽ ആക്സിസ് തിയറം എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് ഒരു പാർട്ടിക്കിൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പം അതിലെങ്ങനെയാണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കിളിന് ഒരു ആക്സിസ് വരയ്ക്കുക. ഇവിടെ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ആക്സിസ് വരയ്ക്കുക. അപ്പം ആ ഒരു ആക്സിസ് വരച്ച സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഈ പാർട്ടിക്കിളിലൂടെ കടന്നു പോകുന്ന, അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് കൂടെ വേണം. അതാണ് നമ്മുടെ പാരലലായിട്ടുള്ള ആക്സിസ്. ഈ രണ്ട് ആക്സിസും പാരലായിരിക്കണം. അപ്പം ഇക്വേഷൻ ഇങ്ങനെയാണ്, I=ICM + ma². ICM എന്ന് വെച്ചാൽ ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ബോഡി, നമ്മൾ ഉദ്ദേശിക്കുന്ന ബോഡി ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആ ഒരു ആക്സിസിനും ICM അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും പ്ലസ് ഈ സബ്സ്റ്റൻസിൻ്റെ മാസ് ഇൻറ്റു ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അതായത് I=ICM + ma² എന്നതാണ് പാരലൽ ആക്സിസ് തിയറം. A എന്നാൽ ഇവിടെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു പടം ആണ് വരച്ച് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ബോഡി അബൌട്ട് എ parallel axis passing through the center of mass of the body and the product of mass of the body and square of the distance between the two parallel axes. അതായത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ബോഡി കണ്ടുപിടിക്കുന്നത്, നമ്മൾ ആ ബോഡിക്ക് നമ്മളൊരു ആക്സിസ് ഉണ്ടാക്കി, ആക്സിസ് വരച്ചു, ആക്സിസിന് പാരലായിട്ട് മറ്റൊരു ആക്സിസും കൂടി ഉണ്ട്. ആ ആക്സിസ് നമ്മുടെ ബോഡീൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്നതാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ = ഈ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ + ICM +
എം എ സ്ക്വയർ. എം എന്ന് വെച്ചാൽ അതിൻ്റെ മാസാണ്, എ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അടുത്തതായിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ് പഠിക്കാനുള്ളത്. നമുക്ക് പാരലൽ ആക്സിസ് തിയറം ഈ പടം മസ്റ്റാണ്, ഡെഫിനിഷൻ മസ്റ്റാണ്, ഈ ഇക്വേഷൻ മസ്റ്റാണ്. I = ICM + MA². അടുത്തതായിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. എന്താണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് ചോദിച്ചാൽ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന. പ്ലെയിൻ ലാമിന എന്ന് ഉദ്ദേശിച്ചത് ഒരു പ്ലെയിൻ ലെയർ. ഇവിടെ ഒരു പ്ലെയിൻ പോലുള്ള ഒരു ലെയർ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന about an axis perpendicular to its plane. എന്താ about an axis perpendicular to its plane. ആ പ്ലെയിൻ ലാമിനയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് about an axis. ഒന്നുകൂടെ വായിക്കാം. ദി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന about an axis perpendicular to its plane is equal to the sum of moments of inertia about two mutually perpendicular axes in its plane and intersecting each other at a point where the perpendicular axis meets the lamina. IZ = IX + IY. അതായത് നമ്മളിവിടെ ഒരു പ്ലെയിൻ ലാമിന കണ്ടു. IZ = IX + IY എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഒരു പ്ലെയിൻ ലാമിന ഇരിപ്പുണ്ട്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ആളാണ് ഈ Z എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസ്. എക്സും വൈയും അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസ് ആണ്. അപ്പം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IZ = IX + IY എന്നതായിരിക്കും. ഓക്കെ, IZ = IX + IY. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായി കാണുമല്ലോ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന about an axis perpendicular to its plane equal to the sum of moment of inertia about two mutually perpendicular axes in its plane and intersecting each other at a point where the perpendicular axis meets the lamina. അടുത്തതായിട്ട് ഡിഫറെൻറ്റ് ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് പഠിക്കേണ്ടത്. ഇത് പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ തിന്നായിട്ടുള്ള സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അണ്ടേ തിൻ സർക്കുലർ റിങ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ആക്സിസ് എന്ന് ഉദ്ദേശിക്കുക ഏത് ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ചെയ്താണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയുന്നത് വെച്ചാൽ സർക്കുലർ ഡിസ്ക് ആകുമ്പോഴത്തേക്ക് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അറ്റ് സെൻറ്റർ. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അറ്റ് സെൻറ്റർ. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ആക്സിസ്. അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് I = MR² ആണ്. അടുത്ത ആക്സിസ് എന്ന് പറയുമ്പോൾ ഡയമീറ്ററിലൂടെ വരയ്ക്കുമ്പം അറ്റ് ഇറ്റ്സ് ഡയമീറ്റർ തിൻ സർക്കുലർ റിങ്ങിൻ്റെ കേസിൽ MR² / 2 ആണ്. അടുത്ത നമ്മൾ റോഡ് കൺസിഡർ ചെയ്യുകയാണ്. തിൻ റോഡ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് മിഡ് പോയിൻറ്റ്. അതാണ് നമ്മുടെ ആക്സിസ്, Z ആക്സിസ്. ആൻഡ് അതിന് ചുറ്റും കറങ്ങുന്ന കൂട്ടല്ല ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നു, ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, അപ്പം പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് മിഡ് പോയിൻറ്റിൽ വരുമ്പം ML² / 12 ആണ്. ഈ R എന്ന് പറയുന്നതിൻ്റെ റേഡിയസ് ആണ്, L എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് ആണ്. അടുത്ത സർക്കുലർ ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സർക്കുലർ ഡിസ്കിലാകുമ്പോഴത്തേക്ക് പെർപെൻഡിക്കുലർ ടു ഡിസ്ക് അറ്റ് സെൻറ്റർ. പെർപെൻഡിക്കുലർ ടു ഡിസ്ക് ഇതിങ്ങനെ ഇരിക്കുന്നു, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഡിസ്ക്, അതാണ് ആക്സിസ്. അപ്പോൾ ആക്സിസ് ചുറ്റും കറങ്ങുമ്പോഴത്തേക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I = MR² / 2 ആണ്. ഇനി ഒരു സർക്കുലർ ഡിസ്കിൽ ഡയമീറ്റർ ആക്സിസ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ MR² / 4 ആണ്. അടുത്ത ഹോളോ സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഹോളോ സിലിണ്ടറിൽ അതിൻ്റെ ആക്സിസ് ഓഫ് ദി സിലിണ്ടർ. ഹോളോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഹോളോയാണ്. ആക്സിസ് ഓഫ് സിലിണ്ടർ അതായത് സിലിണ്ടറിൻ്റെ ഈ ആക്സിസിലൂടെ ഇതാണ് ആക്സിസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I = MR² കിട്ടും. മുൻപ് ഒരു MR² കിട്ടിയിട്ടുണ്ട് തിൻ സർക്കുലർ റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അറ്റ് സെൻറ്റർ. അടുത്തതായിട്ട് സോളിഡ് സിലിണ്ടർ നോക്കാം. സോളിഡ് സിലിണ്ടർ ആകുമ്പോഴത്തേക്ക് ആക്സിസ് ഓഫ് സിലിണ്ടറിലൂടെ മുഴുവൻ സോളിഡാണ്. അപ്പം ആക്സിസ് ഓഫ് സിലിണ്ടറിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ MR² / 2 ആണ്. സോളിഡ് സ്ഫിയറിലാകുമ്പോഴത്തേക്ക് 2/5 MR² ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ ഡയമീറ്ററിലൂടെ ഒരു ആക്സിസ് വരച്ചാൽ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ 2/5 MR² ആണ്. ആക്സിസ് വരച്ചാലല്ല, അതിലൂടെ റൊട്ടേറ്റ് ചെയ്താലാണ്. ഓക്കെ, ഇവിടെ റൊട്ടേഷൻ വരച്ച് കാണിച്ചില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ടാൻജൻഷ്യലൊക്കെ കറിയുണ്ട്. ബേസായിട്ട് ഇത്രയും എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാവൂ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റമാണ് അടുത്ത പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണലായിട്ട് ടോർക്കൊന്നും ആക്ട് ചെയ്തില്ല എങ്കിൽ അവിടുത്തെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇഫ് ദെയർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ദെൻ ദെയർ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് DL
ബൈ ഡി ടി ആണ്. എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ടോർക്ക് എക്സ്റ്റേണൽ അസ്യൂം ചെയ്യുന്നു. ടോർക്ക് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു 0. അതായത് ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആണ്. അതായത് എൽ കോൺസ്റ്റൻ്റ് ആണ്. അതായത് എന്താ, ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ആംഗുലാർ മൊമെൻറ്റം ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ അബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ദി മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് ദി പാർട്ടിക്കിൾ അബൌട്ട് ടു ദാറ്റ് ആക്സിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് ദി പാർട്ടിക്കിൾ അബൌട്ട് ദാറ്റ് ആക്സിസ് ആയിരിക്കും എന്ന് പറയുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ആംഗുലാർ മൊമെൻറ്റം ആർ ക്രോസ് പി എന്നതാണ്. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആർ പി സൈൻ തീറ്റ എന്ന് എടുക്കാം. പി മൊമെൻറ്റമാണ്, അതിന് എം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ ഇൻറ്റു എം വി സൈൻ തീറ്റ എന്ന് എടുക്കാം, അല്ലെങ്കിൽ എം വി ആർ സൈൻ തീറ്റ എന്ന് എടുക്കാം. ഇത്രയും മനസ്സിലായോ? അതിനുശേഷം നമ്മൾ പറയുന്നത് ദി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ കണ്ടെയ്നിങ് ആർ ആൻഡ് പി. അപ്പം ആറും പിൻ്റെയും എന്താ പറയുന്നത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആറും പിയും എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലറാണ്. ദെൻ ദി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം, നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. തീറ്റ 90 ആണെങ്കിൽ അടുത്തതായിട്ട് എൽ ഇസ് ഈക്വൽ ടു എം വി ആർ 90 എന്ന് വരും. അതായത് 1 എന്നാണ് വരുന്നത് സൈൻ 90, അതായത് എം വി ആർ എന്ന് വരും. ഇനി വിക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കണം. വി എന്നാൽ ആർ ഒമേഗ എന്നതാണ്. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ വിക്ക് ആർ ഒമേഗ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എം ഇൻറ്റു ആർ ഒമേഗ ഇൻറ്റു ആർ എന്ന് വരും. ദാറ്റ് മീൻസ് എം ആർ സ്ക്വയർ ഒമേഗ എന്ന് വരും. എൽ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ എന്നതാണ് നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു ഡെറിവേഷൻ പാർട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡെറിവേഷൻ പാർട്ടിലേക്കാണ് പോകുന്നത്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ് എന്ന സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തെക്കുറിച്ചിട്ട് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു സ്ഥിരം ക്വസ്റ്റ്യനാണ് ഈ റൊട്ടേഷണൽ മോഷൻ എന്ന സെക്ഷനിൽ വരുന്നത്. നമുക്കത് എങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ റിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിങ്ങിൻ്റെ എബൌട്ട് ഇറ്റ്സ് സെൻറ്ററും പറയുന്നുണ്ട്, എബൌട്ട് ഇറ്റ്സ് ഡയമീറ്ററും പറയുന്നുണ്ട്, എബൌട്ട് ഇറ്റ്സ് ടാൻജൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആദ്യമായിട്ട് എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ് സെൻറ്റർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആക്സിസ് റിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോണത്. സെൻറ്റർ അതിന് ആ ആക്സിസിൽ വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യണത്. റേഡിയസ് 6 ആണ്. മാസ് ഓഫ് ദി റിങ് എന്ന് ഉദ്ദേശിക്കുന്ന എം ആയിട്ട് എടുക്കുക. ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് റിങ് ആയിട്ട് എടുക്കുക. നമുക്കിവിടെ ചെയ്യേണ്ടത്, ഇതൊരു റിങ്ങാണ്. റിങ്ങിൻ്റെ സർക്കംഫറൻസിലിരിക്കുന്ന ഒരു ഡി എം, ഒരു സ്മാൾ എമൗണ്ട് ഓഫ് മാസ് നമ്മൾ ഡി എം കൺസിഡർ ചെയ്തു. അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. എന്നിട്ട് ചെയ്യുന്നത് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയറിൽ ആ ഡി എമ്മിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി ആ ഇക്വേഷനിൽ ഡി എമ്മിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് കിട്ടും. അതായത് ഒരു ചെറിയൊരു പോർഷനിൽ കണ്ടുപിടിച്ചിട്ട് മൊത്തത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഒരു ചെറിയൊരു എലമെൻ്ററി പാർട്ടിക്കിൾ ഡി എക്സ് കൺസിഡർ ചെയ്തു. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഡി എം എന്ന് പറയുന്നത് എം ബൈ 2πr ഡി എക്സ് എന്നായിരിക്കും. ഇവിടെ ഈ 2πr ഒക്കെ എവിടെ നിന്ന് വന്നെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഡി എമ്മിന് എക്സ്പ്രഷൻ കിട്ടി എം ബൈ 2πr ഡി എക്സ്. നമ്മളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറയുന്നിടത്ത് ഡി എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വാല്യൂ എം ബൈ 2πr ആണ്. ഐ ഈസ് ഈക്വൽ ടു എം ബൈ 2πr ഡി എക്സ് ഇൻറ്റു ആർ സ്ക്വയർ എന്നിട്ടു. ഇനി യൂസിങ് ഇൻ്റഗ്രേഷൻ നമ്മൾ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു. എം ബൈ 2πr, ഇവിടെ ആറും കൂടെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തു പോകും.
ആർ സ്ക്വയറും ആറും ആയതുകൊണ്ട് മുകളിൽ ഒരു ആറ് റിമെയിൻ ചെയ്യും. അങ്ങനെയാണ് m/2π × r എന്ന് വന്നത്. നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുത്തു 0 മുതൽ 2πr വരെ, അതായത് അതിൻ്റെ ഫുൾ സർക്കംഫറൻസ് ഫുള്ള്. അപ്പോൾ 0 to 2πr ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ട് dxൻ്റെ ഇൻ്റഗ്രൽ എന്താ x അല്ലേ. അപ്പം m/2π × r ഇൻ്റഗ്രൽ dxൻ്റെ x ആയി, ലിമിറ്റ് 0 to 2πr. എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു, m/2π × r 2πr - 0. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? m/2π × r 2πr എന്ന് കിട്ടി. അതിൽ 2π കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? I = mr² എന്ന് കിട്ടി. മനസ്സിലായ എല്ലാവർക്കും ഈ ഡെറിവേഷൻ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് വെച്ച് നോക്കുക. സംഭവം നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി, ആദ്യം ഒരു ചെറിയൊരു മാസ് സർക്കംഫറൻസിലിരിക്കുന്നതിന് m/2πr × dx എന്നെടുത്തു. അതിനെ നമ്മൾ I = mr² എന്ന ജനറൽ ഇക്വേഷനിൽ ഇട്ടിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് I = mr² എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ് അബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ഇറ്റ് സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തതായിട്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണ്. അതായത് നമ്മൾ റിങ് കൺസിഡർ ചെയ്തിട്ട് എന്താ പറയുന്നത്, ഇസഡ് ആക്സിസ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇതാണ് അല്ലേ, എക്സ് ആക്സിസ് വൈ ആക്സിസും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പേന ഇങ്ങനെ കുത്തി നിർത്തുന്ന കൂട്ട് ഇതേപോലെ ആയിരിക്കും ഇസഡ് ആക്സിസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടാണ്, അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ഒരു ആക്സിസിനെ വെച്ചിട്ടാണ് അതിൻ്റെ സം എന്ന് പറയുന്നത് ഐ എക്സും ഐ വൈയുടെ കൂട്ടിയതായിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ അപ്ലൈ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പടം വരയ്ക്കുക, ആക്സിസൊക്കെ കറക്റ്റായിട്ട് വെക്കുക. അപ്പം ഇത് റേഡിയസ് ആണ്. ഇവിടെ എക്സ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ID ഡയമീറ്ററിലൂടെ വരുന്നത്, അതാണ് കണ്ടുപിടിക്കുന്നത്. ID = IX എന്നാണ്. ഇനി ID എന്ന് ഇവിടെ വൈ ആക്സിസിലൂടെ വരുന്നതിന് IY എന്നും നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് IZ = mr² ആണ്. അത് ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അതാണ് നമ്മൾ മുൻപ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പം IZ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് IZ = IX + IY ആണെന്ന് കൊടുക്കുക. എന്നിട്ട് IXും IYയും ഉണ്ടല്ലോ. അപ്പോൾ mr² IZ എന്ന് പറഞ്ഞാൽ mr² ആണെന്നറിയാം. മീൻസ് ID + ID 2ID ആണ്. മനസ്സിലായത് എങ്ങനെ ഇങ്ങനെ വന്നതെന്ന്? ഇവിടെ ID IY ആണ്, ഇവിടെ I ഡയമീറ്റർ എന്ന് പറയുന്നത് IX ആണ്. ഇത് രണ്ട് ലെഫ്റ്റ് ഹാൻഡ്, ഇത് നമ്മൾ ID എന്ന് ഇട്ടാൽ മതി. ഇത് രണ്ടും ഈക്വലാണ്. ഇത് സർക്കിൾ അല്ലേ, അപ്പം സോറി, ഇത് ഇതൊരു റിങ് അല്ലേ സർക്കുലർ ഷേപ്പിൽ. അപ്പം 2ID കിട്ടും. അപ്പോൾ mr² = 2ID എന്ന് കിട്ടി. ഇനി I ഡയമീറ്റർ എന്ന് പറയുന്നത് mr²/2 ആണ്. സിമ്പിളായിട്ടാണ് നമ്മളിത് പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യമേ ഉള്ളൂ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അബൌട്ട് ഇറ്റ്സ് ടാൻജൻറ്റിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിങ് അബൌട്ട് ആൻ ആക്സിസ് ഇൻ ദി ടാൻജൻറ്റ് ഓഫ് റിങ്. അപ്പം ഇവിടെയും സെയിം പടാണ്. ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ടാൻജൻറ്റിൻ്റെ ആക്സിസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെയും നമുക്ക് പഴയ ക്വസ്റ്റ്യനിൽ പോലെ ID എന്ന് പറയുന്നത് IXും ID എന്ന് പറയുന്നത് IYയും ഉണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ പാരലൽ ആക്സിസ് തിയറമാണ്. പാരലൽ ആക്സിസ് തിയറം പ്രകാരം പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ട് പാരലൽ ആക്സിസ് തിയറം പ്രകാരം I = ICM + MX² അല്ലെങ്കിൽ MA² അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നമ്മൾ രണ്ട് ആക്സിസും ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസും ഈ ആക്സിസും അതല്ലേ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അപ്പോൾ നമുക്ക് mr² അത് എന്ന് നമ്മൾ ജനറലായിട്ട് പറഞ്ഞെങ്കിലും ഇവിടെ R ആ ഡിസ്റ്റൻസ്. അപ്പോൾ ICM + MA² എന്നോ MX² എന്നൊക്കെ കൊടുക്കാം. അപ്പം അതിൽ നിന്നും ICM എന്താണെന്ന് ചോദിച്ചാൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്നതെന്ന് വെച്ചാൽ ID ആണ് അല്ലേ, I ഡയമീറ്ററിൽ കൂടി പോകുന്നതാണ് ആ റിങ്ങിൻ്റെ. അപ്പം അത് നമ്മൾ കൺസിഡർ പിടിച്ചിട്ടുണ്ട് mr²/2 ആണെന്നുള്ളത്. അപ്പോൾ ICM കിട്ടി mr²/2. ഇനി നമ്മൾ MX² ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അതായത് ഓക്കെ മാസ് തന്നെ, ഇനി x² പകരം ഇവിടെ r² ഇട്ട് കൊടുത്താൽ മതി. അതായത് I = mr²/2 + mr². മനസ്സിലായോ? ഈ MX² എന്ന് പറയുന്ന സ്ഥലത്ത് mr², ഇവിടെ റേഡിയസ് r വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് കിട്ടി mr²/2 + mr² എന്ന് പറയുന്നത് 3/2 mr².
മനസ്സിലായോ? എബൌട്ട് ഇറ്റ്സ് ടാൻജൻറ്റ്, എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ, എബൌട്ട് ഇറ്റ്സ് ടാൻജൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതും അത്യധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരുന്നൊരു കൺസെപ്റ്റാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്. അപ്പം ഇവിടെ ഒരു വലിയൊരു ഡെഫിനേഷൻ കിടപ്പുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ഒന്നും പറയുന്നില്ല. നമ്മൾ ചെറിയ ഡെഫിനേഷനിലോട്ട് വരുന്നു. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബോഡി I is equal to mk² ആണെങ്കിൽ അതിനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ബോഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് I is equal to mk², then k is known as the radius of gyration. അതായത് I is equal to mk² എന്ന് എഴുതിയാൽ k ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ കെനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയാൽ k is equal to √I/m. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എഴുതി കൊടുത്താൽ തന്നെ കുറച്ച് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ വലിയ ഇക്വേഷൻ വെറുതെ ഒന്ന് വായിച്ചേക്കാം. Radius of gyration of the body about an axis is defined as the distance from the axis to the mass point, whose mass is equal to the mass of the whole body, and whose moment of inertia is equal to the moment of inertia of the body about the axis. വളരെ വലിയ ഒരു ഡെഫിനിഷനാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഡെഫിനിഷൻ അറിഞ്ഞാലും മതി. If the moment of inertia of the body can be expressed as I is equal to mk², then k is known as the radius of gyration. I is equal to mk², k is equal to √I/m. ഇനി നമ്മൾ റിങ്ങിൻ്റെ ഒക്കെ ഒന്ന് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ k is equal to I/m, √I/m നമ്മൾ പറഞ്ഞിട്ടല്ലേ ഉള്ളത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, റിങ്ങിൻ്റെ കേസിൽ റിങ്ങിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. I is equal to mr² എന്നാണെന്ന് അറിയാം. റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സസ് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആകുമ്പം I is equal to mr² എന്ന് കിട്ടി. I is equal to mr². അപ്പോൾ k is equal to √I/m ആണ്. ഇവിടെ I നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു √mr²/m. അപ്പോൾ m ക്യാൻസൽ ചെയ്ത് പോയിട്ട് √r² എന്നാവും. അതായത് k is equal to r എന്നാണ് കിട്ടുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ is equal to r. അടുത്ത നമുക്ക് സോളിഡ് സ്ഫിയർ നോക്കാം. സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ 2/5mr² ആണ്. അതും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൽ 2/5mr². അപ്പോൾ k is equal to √I/m ആണ്. നമ്മൾ ഐൻ്റെ സ്ഥലത്ത് അതിൻ്റെ വാല്യൂ 2/5mr²/m എന്നിട്ട് m ക്യാൻസൽ ചെയ്ത് പോയി 2/5r² എന്ന് കിട്ടി. ദാറ്റ് മീൻസ് √2/5 × r എന്ന് എഴുതാം. അപ്പം സോളിഡ് സ്ഫിയറിൻ്റെ റിങ്ങിൻ്റെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതിൻ്റെ കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീനിയർ മോഷനിലും റൊട്ടേഷണൽ മോഷനിലുള്ള വ്യത്യാസങ്ങളാണ്. ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി പഠിക്കണം. കാരണം ഞാൻ ഒരുപാട് വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോൻ്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.